ഹലോ, ഷിയാസ് കരീമാണ്. ഡയറ്റിൻ്റെയും വർക്കൗട്ടിൻ്റെയും ഒരു ഇമ്പോർട്ടൻസ് വളരെ ക്ലിയറായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ജിമ്മിലൊക്കെ ആൾക്കാർക്ക് നമുക്ക് എല്ലാ മാസവുമാണ് പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്നത്. പ്രോഗ്രാം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ വന്നിട്ട് നമ്മളെ ഓർമ്മിക്കും പ്രോഗ്രാം ചെയ്യേണ്ട സമയമായി, ഈ പ്രോഗ്രാം 1 മന്തായിട്ട് ചെയ്യുന്നത്. ഇന്നേ വരെ ഒരാൾ പോലും ഞാനൊരു ഡയറ്റ് കൊടുത്തിട്ട് ഇരിക്കാവുന്ന ഡയറ്റ് 1 മന്തായി അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ആഡ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വർക്കൗട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, വർക്കൗട്ടിൽ എങ്ങനെ പ്രോഗ്രസ് വരുത്തുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിലും ചേഞ്ചസ് കൊണ്ടുവരണം, പ്രോട്ടീൻ ആഡ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. കാലറി ഡെഫിസിറ്റിൽ നിന്നോ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കുഴപ്പിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്സ് ഞാൻ പറഞ്ഞത്. ഒരു ബാസ്ക്കറ്റിൽ ഒരു 10 ഓറഞ്ച് ഉണ്ടെന്ന് കരുതുക. ഒരു ബാസ്ക്കറ്റിൽ ഒരു 10 ഓറഞ്ച് ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അതിൽ നിന്ന് ഞാൻ 2 ഓറഞ്ച് എടുത്ത് മാറ്റി 2 ഓറഞ്ച് വീണ്ടും വെച്ചു. 2 ഓറഞ്ച് എടുത്ത് മാറ്റി 2 ഓറഞ്ച് വീണ്ടും വെച്ചു. അതായത് ഈ 2 ഓറഞ്ച് എടുത്ത് മാറ്റുന്നത് നമ്മുടെ വർക്കൗട്ടായിട്ട് കണക്കാക്കുക, ഈ 2 ഓറഞ്ച് വെക്കുന്നത് നമ്മുടെ ഫുഡായിട്ട് കണക്കാക്കുക. ഈ 2 ഓറഞ്ച് എടുത്ത് മാറ്റി 2 ഓറഞ്ച് വെച്ചു. അതായത് നമ്മൾ വർക്കൗട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു എക്സാമ്പിൾ, 10 ഓറഞ്ച് ഇരിക്കുന്നിടത്ത് നിന്ന് 2 ഓറഞ്ച് എടുത്ത് മാറ്റി അവിടെ 4 ഓറഞ്ച് ആഡ് ചെയ്യുന്നു. വീണ്ടും 2 ഓറഞ്ച് എടുത്ത് മാറ്റി വീണ്ടും 4 ഓറഞ്ച് ആഡ് ചെയ്യുന്നു. അപ്പം 1 മാസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൊട്ടയിലെ ഓറഞ്ചിൻ്റെ എണ്ണം കൂടും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പം പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ടിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തി ഒരു 2-3 മന്ത്സ് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് 60 എന്നുള്ളത് 70 ആകാനും 80 ആകാനും ചാൻസ് ഉണ്ട്. അതാണ് ആൾക്കാർ ഈ കാലറി ഡെഫിസിറ്റ്, അതായത് നമ്മൾ മെയിൻ്റെനൻസ് കാലറി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വർക്കൗട്ട് നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചേഞ്ചസ് കാണിക്കുന്ന ചേഞ്ചസ് എങ്ങനെയായിരിക്കും? ഓവർ വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്, ആപ്സൊക്കെ ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ടത്. 25% വർക്കൗട്ട്, 25% റെസ്റ്റ്, 50% നമുക്ക് വരുന്ന ഡയറ്റ്. ഓക്കെ, എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുന്നു വരുമെന്ന്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. ഒരു ഫിറ്റ്നസ്സുമായിട്ടൊരു ബന്ധപ്പെട്ട് ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പം ഫിറ്റ്നസ്സിൻ്റെ ഒരു ടിപ്സ് തന്നെ എല്ലാവർക്കും കൊടുത്തേക്കാമെന്ന് കരുതി വീഡിയോ ചെയ്തതാണ്. നമ്മുടെ അടുത്ത വീഡിയോ ഒരു അടിപൊളി ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആയിരിക്കും. ആരും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ.